നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. അർജുൻ ആയങ്കിയെ പേടിച്ച് CPM കളം വിടുന്നു. സത്യത്തിൽ അർജുൻ ആയങ്കിയെക്കാളും ഞെട്ടിയത് ഇവിടെ CPM നേതാക്കളാണ്. ADGP P വിജയന്റെ വാക്കുകളാണ് ഊരിപ്പിടിച്ച വാളുമായും ബ്രണ്ണൻ കോളേജിലൂടെ ഉലാത്തിയ സഖാക്കളെ പോലും ഞെട്ടിച്ചത്. കേരള പോലീസിനെ വെല്ലുവിളിച്ച് അർജുൻ ആയങ്കി ഒളിവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പിന്തുണ നൽകിയവരുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയെന്ന് P വിജയൻ വ്യക്തമാക്കിയതോടുകൂടിയാണ് സഖാക്കൾക്ക് നെഞ്ചിൽ ഇടുത്തി വീണത്. അർജുൻ ആയങ്കിയെ പിന്തുണച്ചവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയതായും അത്തരക്കാരുടെ വീടുകളിലേക്ക് പോലീസ് എത്തി തുടങ്ങിയെന്നും ADGP P വിജയൻ പറഞ്ഞിരുന്നു. ആയങ്കി സൂപ്പർ സ്റ്റാർ അല്ല, ക്രിമിനലാണ്. സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെ ഒട്ടേറെ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ആയങ്കി. സമൂഹത്തിന് മുന്നിൽ പിന്തുണയ്ക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും ADGP അഭിപ്രായപ്പെട്ടു. ഇതോടെ എത്ര CPMകാർ ആയങ്കിയുമായി സൗഹൃദ ബന്ധത്തിൽ ഉണ്ട് എന്ന് അല്ലെങ്കിൽ പറയാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരികയാണ്. പാർട്ടിയുമായി ആയങ്കിക്ക് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ P വിജയൻ എന്ന ഇടതുപക്ഷത്തിന്റെ ഇരയായ IPSകാരൻ തങ്ങളെ വെറുതെ വിടില്ലെന്ന് പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം പിണറായിയുടെ ഭരണകാലത്ത് P വിജയൻ അനുഭവിച്ച യാതനകൾ ചെറുതൊന്നുമല്ല. എലത്തൂർ തീവയ്പ് കേസിലെ പ്രതിയെ പിടികൂടാൻ കേന്ദ്ര സഹായം നേടിയതാണ് IGP വിജയനെ ഇരയാക്കാൻ പിണറായി സർക്കാർ കണ്ടെത്തിയ പ്രധാന കാരണം. കേസിലെ പ്രതി ഷാരൂഖ് സൈഫി കേരളം വിട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ IGP വിജയൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലുള്ള മലയാളിയായ IG അനൂപ് കുരുവിള ജോണിന്റെ സഹായം തേടി. ഇത് അന്നത്തെ DGP അനിൽകാന്തിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു. IB, മഹാരാഷ്ട്ര, കർണാടക ഭീകരവിരുദ്ധ സ്ക്വാഡ്, ഉത്തർപ്രദേശ്, ഡൽഹി പോലീസ് തുടങ്ങിയവരുടെ സഹകരണത്തോടു കൂടിയാണ് അന്ന് പ്രതിയെ പിടികൂടിയത്. എന്നാൽ കേരള പോലീസിന് കിട്ടേണ്ടിയിരുന്ന തിളക്കം IG വിജയൻ ഇല്ലാതാക്കിയെന്നാണ് കേരള പോലീസിലെ ഒരു ഉന്നതൻ പറയുന്നത്. പ്രതിയുടെ സുരക്ഷയിൽ വീഴ്ച വരുത്തി എന്ന പേരിലാണ് 2022 മെയ് 8-ന് IGയെ സസ്പെൻഡ് ചെയ്തത്. അഡീഷണൽ DGP MR അജിത് റിപ്പോർട്ടിലായിരുന്നു നടപടി. അജിത് കുമാറും വിജയനും തമ്മിലുള്ള പിണക്കമാണ് സസ്പെൻഷനിലേക്ക് നയിച്ചത് എന്ന് കരുതുന്നവർ ഇന്നും പോലീസിലുണ്ട്. എന്നാൽ സസ്പെൻഷൻ പിൻവലിച്ചാൽ വിജയൻ കേന്ദ്രത്തിലെത്തി മോദിയുമായി കൈകോർക്കുമെന്ന ഭയമാണ് സർക്കാരിനുള്ളതെന്ന് പോലീസിലെ ഉന്നതർ തന്നെ അന്ന് വിശ്വസിച്ചു. അത് പിണറായിക്ക് പാരയായി മാറുമെന്നും നന്നായി അറിയാമായിരുന്നു. വിജയന് മോദിയുമായി നേരിട്ട് ബന്ധമുണ്ട്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന്റെ 100ാം എപ്പിസോഡിൽ വിജയനെ ക്ഷണിച്ചിരുന്നു. രാജ്യത്തെ 100 പ്രമുഖരിൽ ഒരാളായിരുന്നു ക്ഷണം. എന്നാൽ സർക്കാർ അനുമതി നൽകിയില്ല. തീവണ്ടി കേസിലെ പ്രതിയുടെ ചിത്രം പുറത്തുവിട്ടെന്ന ആരോപണവും വിജയന് എതിരെ ഉണ്ടായിരുന്നു. വിജയന് കേരളത്തിലെ സാഹചര്യം നന്നായി അറിയാമെന്നും അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയാൽ അത് പാരയാകുമെന്നും കേരള സർക്കാർ കരുതി. ഇത്തരത്തിൽ ഒരു റിപ്പോർട്ടാണ് പോലീസ് ഉന്നതൻ മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന എന്തു ചെയ്യുന്നതും പോലീസ് ഉന്നതന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. ഇന്ന് P വിജയൻ സതീശൻ സർക്കാരിന്റെ വിശ്വസ്തനാണ്. അതിനാൽ വിജയൻ ജയിക്കുമെന്ന് CPMന് നന്നായി അറിയാം. CPM ഗ്രാമങ്ങൾ കൈവിടുമെന്ന് അർജുൻ ആയങ്കി കരുതിയില്ല. പാർട്ടി ഗ്രാമങ്ങളിൽ എവിടെയെങ്കിലും സംരക്ഷണം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് അർജുൻ കണ്ണൂരിലേക്കും പുറപ്പെട്ടത്. ക്രിമിനൽ കേസുൾപ്പെട്ട് പോലീസിനും പിടികൊടുക്കാതെ മുങ്ങുമ്പോഴെല്ലാം ഒളിയിടം നൽകിയിരുന്ന സ്ഥലങ്ങളിൽ പക്ഷേ ഇക്കുറി അഭയം ലഭിച്ചില്ല. കണ്ണൂരിലെത്തി 2 ദിവസത്തിനകം പിടിയിലാകുകയും ചെയ്തു. CPM ആയങ്കിയെ ശരിക്കും പേടിച്ചെന്ന് ചുരുക്കം. സ്വർണം പൊട്ടിക്കൽ കേസിൽ സ്ഥിരം പ്രതിയായ അർജുൻ ആയങ്കി തലവേദനയായതോടുകൂടി CPM നേതൃത്വം തള്ളിപ്പറയുകയായിരുന്നു. എന്നാൽ പാർട്ടി ഗ്രാമങ്ങൾ കൈവിടില്ലെന്ന ധൈര്യത്തിലായിരുന്നു ആഭ്യന്തരമന്ത്രിയും പോലീസിനെയും വെല്ലുവിളിച്ച് TP കേസ് പ്രതികൾ ഒളിച്ചിരുന്ന മുടക്കോഴിമല പോലെയുള്ള ഗ്രാമങ്ങൾ ഒട്ടേറെയുണ്ട് കണ്ണൂരിൽ. അത്തരം സ്ഥലങ്ങളിലായിരുന്നു അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും എല്ലാം ഒളിവിൽ കഴിഞ്ഞിരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അർജുൻ ആയങ്കിയുടെ വളർച്ച. സ്വന്തം നാടായ അഴീക്കോട് കപ്പക്കടവിലുണ്ടായ അക്രമ കേസിൽ ജയിലിൽ കഴിയുമ്പോൾ പരിചയപ്പെട്ടവരിലൂടെയാണ് വലിയ സംഘങ്ങളുടെ ഭാഗമാകുന്നത്. അഴീക്കൽ കപ്പക്കടവിലുണ്ടായ അക്രമ കേസുകളിൽ ഒന്നിൽ പങ്കാളിത്തമില്ലാതിരുന്നിട്ടും സുഹൃത്തുക്കൾ പിടിയിലായപ്പോൾ സ്വയം പങ്കാളിത്തം പറഞ്ഞ് കേസിൽ ഉൾപ്പെടുകയും റിമാൻഡിലാവുകയും ചെയ്ത ആളാണ് അർജുൻ ആയങ്കി. പോലീസിനെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കിയെ പൂട്ടാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അധികൃതർ. 14 ദിവസത്തെ റിമാൻഡിൽ വിട്ടതോടുകൂടി കടുത്ത ശിക്ഷ ഉറപ്പാക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. സർക്കാരിനെ വെല്ലുവിളിച്ച വർഷങ്ങളായി പോലീസിന്റെ ഉറക്കം കെടുത്തുന്ന സ്ഥിരം കുറ്റവാളിയായ അർജുൻ ആയങ്കിക്കെതിരെ അതീവ ഗുരുതര വകുപ്പുകൾ ചുമത്തി കണ്ണൂർ പോലീസ് നിയമ നടപടി ശക്തമാക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധേയമാകുന്നത് കാപ്പ എന്ന കരിനിഴൽ തന്നെയാണ്. 2 വധശ്രമ കേസുകളാണ്. മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി ഭീകരമായ കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2014 മുതൽ കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും നിരന്തരമായ അക്രമ സംഭവത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് അർജുൻ എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇയാളുടെ താവളമായിരുന്നു വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ മാത്രം 12ഓളം കേസുകൾ നിലവിലുണ്ട്.
ആകെ 23 കേസുകൾ. പുതിയ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് കേസുകൾ കൂടിച്ചേർത്തതോടുകൂടി ഇയാൾ പ്രതിയായ ആകെ കേസുകളുടെ എണ്ണം 23 ഉയർന്നിരുന്നു. ഇതിൽ ഭൂരിഭാഗം കേസുകളിലും പോലീസ് നേരത്തെ തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ്. സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ ഗുണ്ടാ വിളയാട്ട് നടത്തുന്ന അർജുനെ അടിയന്തരമായി ജയിലിലടയ്ക്കാനാണ് പോലീസിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി ഇയാൾക്കെതിരെ എത്രയും വേഗം കാപ്പ ചുമത്തുന്നതിനുള്ള പ്രത്യേക റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കാൻ വളപട്ടണം പോലീസ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കളക്ടറുടെ അനുമതി ലഭിക്കുന്നതോടുകൂടി അർജുനെ ദീർഘകാലത്തേക്ക് കരുതൽ തടങ്കലിലാക്കാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കേരളത്തിൽ ക്രമസമാധാന പാലനത്തിനും ഗുണ്ട ആക്രമണങ്ങൾ തടയുന്നതിനുമായി പോലീസ് പ്രയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് കാപ്പ. സ്ഥിരം കുറ്റവാളികളെയും ക്രിമിനൽ സംഘങ്ങളെയും നിയമത്തിന് മുന്നിൽ താഴ്ചയിടാൻ ഉപയോഗിക്കുന്നതാണ് ഈ നിയമം. കേരള പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് എന്നതിന്റെ ചുരുക്കരൂപമാണ് കാപ്പ. സമൂഹത്തിലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി 2007 കേരള സർക്കാർ ഈ നിയമം നിർമ്മിച്ചത്. തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ ജാമ്യമില്ലാത്ത കരുതൽ തടങ്കലിൽ വെക്കാനും ആരെങ്കിലും അല്ലെങ്കിൽ നാടുകടത്താനും ഈ നിയമം പോലീസിന് അധികാരം നൽകുന്നു. കാപ്പ നിയമപ്രകാരം പ്രധാനമായും 2 വിഭാഗങ്ങളിലുള്ള കുറ്റവാളികളെയാണ് തരം തിരിച്ചിട്ടുള്ളത്. സംഘം ചേർന്നുള്ള ആക്രമണങ്ങൾ, പിടിച്ചുപറി, ഭീഷണിപ്പെടുത്തൽ, ലഹരിമരുന്ന് കടത്തൽ, അനധികൃത മണൽ പാറ ഖനനം തുടങ്ങി തട്ടിപ്പ് കുറ്റകൃത്യങ്ങളിൽ ഒന്നിലധികം തവണ ഉൾപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വിചാരണ നേരിടുകയോ ചെയ്യുന്ന വ്യക്തിപരമായി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, അതായത് കൊലപാതക ശ്രമം, സ്ത്രീ പീഡനം, മോഷണം തുടങ്ങിയവ തുടർച്ചയായി പങ്കാളിയാകുന്ന ആൾ. ഇങ്ങനെ 2 തരംതിരിച്ചിട്ടുള്ളത്. കാപ്പ നിയമത്തിൽ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രധാനമായും 2 വകുപ്പുകളാണ് പോലീസ് ഉപയോഗിക്കുന്നത്. സെക്ഷൻ 3 കരുതൽ തടങ്കൽ. സമൂഹത്തിൽ വലിയ ഭീഷണിയായ സ്ഥിരം കുറ്റവാളികളെ ഒരു വിചാരണയുമില്ലാതെ 6 മാസം വരെ ജയിലിൽ അടയ്ക്കാൻ ഈ വകുപ്പ് അനുവദിക്കുന്നു. ജില്ലാ കളക്ടറാണ്, ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. സെക്ഷൻ 15 അതായത് നാടുകടത്തൽ. ഒരു പ്രത്യേക പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുന്ന കുറ്റവാളിയെ ആ റേഞ്ചിൽ DIG അല്ലെങ്കിൽ IG ഇടപെട്ട് സ്വന്തം ജില്ലയിൽ നിന്നോ സമീപ ജില്ലയിൽ നിന്നോ 1 വർഷം വരെ പുറത്താക്കുന്നു. ആ നടപടിയാണ് ഇത്. ഈ കാലയളവിൽ അനുമതിയില്ലാതെ ആ പ്രദേശത്ത് പ്രവേശിക്കാൻ പാടില്ല. ഒരാൾ സ്ഥിരം കുറ്റവാളിയാണെന്നും കാപ്പ ചുമത്തണമെന്നും കാണിച്ച് ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകുന്നു. പോലീസ് മേധാവി വിവരങ്ങൾ വിശകലനം ചെയ്ത് കൃത്യമായ തെളിവുകളോടെ റിപ്പോർട്ട് കളക്ടർക്ക് DIGക്കോ കൈമാറുന്നു. കളക്ടറോ DIGയോ ഫയൽ പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അനാവശ്യമായി ആർക്കെതിരെയും ഈ നിയമം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. കാപ്പ ചുമത്തപ്പെട്ട അറസ്റ്റിലാകുന്ന വ്യക്തിക്ക് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി തലവനായ കാപ്പ ഉപദേശക സമിതിക്ക് മുന്നിൽ അപ്പീൽ നൽകാം. പുറപ്പെടുവിച്ച ഉത്തരവിൽ നിയമപരമായ തെറ്റുകളോ വീഴ്ചകളോ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഉപദേശക സമിതിക്ക് ആ ഉത്തരവ് റദ്ദാക്കാനും പ്രതിയെ മോചിപ്പിക്കാനും അധികാരമുണ്ട്. കൂടാതെ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകാനും പ്രതിക്ക് അവകാശമുണ്ട്. സാധാരണ നിയമ നടപടികളിലൂടെ ജാമ്യത്തിലിറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ക്രിമിനലുകളെ തടയാൻ സാധാരണ ശിക്ഷാ നിയമങ്ങൾ മാത്രം പോരാ എന്ന തിരിച്ചറിവിൽ നിന്നാണ് കാപ്പ ഉയർന്നുവരുന്നത്. സാധാരണ നിയമ നടപടികളിലൂടെ ജാമ്യത്തിലിറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ക്രിമിനലുകളെ തടയാൻ സാധാരണ ശിക്ഷാ നിയമങ്ങൾ മാത്രം പോരാ എന്ന തിരിച്ചറിവിൽ നിന്നാണ് കാപ്പ ഉയർന്നു വന്നത്.